നഖം അത് വെട്ടിയിട്ട് പല ഭാഗത്തേക്കും തെറിപ്പിച്ച് കളയാൻ പാടില്ല. അതിലൊരുപാട് സംഗതികളുണ്ട്. അത് പറഞ്ഞിടത്ത് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. നഖത്തിലൂടെ സിഹ്ർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ശൈത്താന്മാരുടെ കൂട്ടത്തിൽ. സിഹ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന അവശിഷ്ടങ്ങളിൽ ഒന്നാണ് നഖം. നീ ഒറ്റ കുട്ടി നഖം അവിടെ ഇവിടെയും കളിയില്ല. കാരണം സിഹ്ർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പീടിയല്ലേ. അല്ലോ, ഈ സിഹ്ർ വരുന്ന പറയുമ്പോൾ പിന്നെ പേടിയായി പോയി. അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പഴയ കാലത്ത് ഒഴിവാക്കപ്പെടുന്ന നഖങ്ങൾ. അതുകൊണ്ട് നഖങ്ങൾ അങ്ങനെ വെട്ടി മുറിച്ച് ഒഴിവാക്കേണ്ടതല്ല, അത് കുഴിച്ചു മൂടണം. മറ്റൊരു സംഗതി, ഈ സുന്നത്തായ അമല് ചെയ്തു എന്നതിന് കുഴിച്ചു മൂടിയ സ്ഥലം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് സാക്ഷി നിൽക്കും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അന്ന് ജനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കൂട്ടം കൂട്ടമായി മഹ്ശറിൽ നിൽക്കുമ്പോൾ ഭൂമി അതിന്റെ വാർത്തകൾ വായിക്കുന്ന ഒരു ദിനം. എന്താണ് ആ ഭൂമി വായിക്കുന്നത്? ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്ത നന്മയും വായിക്കും, തിന്മയും വായിക്കും. ആ ഭൂമി സാക്ഷിയാകുന്ന ഒരു സംഗതിയാണ്. ഇയാൾ ഈ സുന്നത്തായ അമല് നിർവഹിച്ചിട്ടുണ്ട്, കുഴിച്ചു മൂടിയ സ്ഥലം അത് സാക്ഷി നിൽക്കും. അതുകൊണ്ട് ഓരോ 10 ദിവസവും കൂടുമ്പോ നഖം മുറിച്ചു കളയണം. മുറിച്ചു കളയുന്നവർ തന്നെ ഒരൊറ്റ നഖവും ബർക്കത്തിന് ബാക്കി വെക്കരുത്. മുറിക്കാതെ അങ്ങനെ വെക്കരുത്. എല്ലാ നഖവും മുറിക്കണം. ഏതെങ്കിലും ഒരു നഖം മുറിക്കാതെ ബാക്കി വെക്കാൻ പാടില്ല. നഖം മുറിക്കാതെ ബാക്കി വെക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ അകന്നു പോകാനുള്ള വലിയൊരു കാരണമാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കാലം ജിബ്രീൽ അലൈഹിസ്സലാം വരാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. 40 ദിവസം 40 ദിവസം ജിബ്രീൽ അലൈഹിസ്സലാമിൻ വരാത്ത, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ തങ്ങൾക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടായ ഒരു സമയം. അപ്പൊ മക്കയിലെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താപ്പങ്ങളെ ശൈത്താനെ കാണാത്തത്? മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ വിളിച്ചിരുന്നു. കാരണം അവരുടെ രഹസ്യങ്ങളും അവരുടെ വിഷയങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ജിബ്രീലിനോട് അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചോദിക്കുകയാണ്, എന്താ അപ്പൊ ശൈത്താനെ കാണാത്തത്? നിങ്ങളെ ഒഴിവാക്കിയോ? റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ? നിങ്ങളെ റബ്ബിന് വേണ്ടേ? അപ്പോഴാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി